മലങ്കര മാർത്തോമ സിറിയൻ സഭയുടെ മെത്രാപ്പൊലിത്തയായിരുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ നർമ്മബോധം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയൊരു ഏടാണ് ഇന്ന് നമ്മൾ ചീന്തിയെടുക്കുന്നത്. വൈദിക ജോലിയിലേക്ക്, അതായത് അച്ഛൻ പട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹം വളരെ ക്ലോസ് ആയിട്ടുള്ള അടുപ്പക്കാരോടൊക്കെ അത് പങ്കുവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിലൊക്കെ അതുണ്ട്. ബംഗളൂരുവിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ശേഷം 26-ാമത്തെ വയസ്സിൽ ക്രിസോസ്റ്റം തിരുമേനി വൈദികനായി ചുമതല ഏറ്റെടുക്കാൻ യാത്ര പുറപ്പെട്ടു. തമിഴ്നാട്ടിലെ ഒരു സ്ഥലമുണ്ട് ജോലാർപേട്ട. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കുത്തിയിരിക്കുമ്പോൾ പോർട്ടേഴ്സുമായി അദ്ദേഹം സംഭാഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഈ പോർട്ടേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്കൊന്ന് നേരിട്ട് മനസ്സിലാക്കണമല്ലോ എന്ന് കരുതി അദ്ദേഹം പിറ്റേന്ന് പോർട്ടറാക്കാൻ തീരുമാനിച്ചു. എന്നുവെച്ചാൽ പോർട്ടർ ജോലി ഏറ്റെടുത്തു. അവർക്കൊപ്പം ഈ ക്രിസോസ്റ്റം തിരുമേനി ജീവിക്കാൻ തുടങ്ങി. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വൈദികനാകുന്നതിന് പകരം പോർട്ടറാകുന്നത് നല്ല സൂപ്പർ പണിയാണല്ലോ എന്ന് കരുതി ശേഷമുള്ള ജീവിതം പോർട്ടറായി തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ വിവരം അദ്ദേഹം സാക്ഷാൽ മെത്രാപ്പൊലീത്തെ വിളിച്ചറിയിച്ചു. ക്രിസോസ്റ്റം പറഞ്ഞു, എനിക്ക് ഈ പണിയാണ് നല്ലതെന്ന് ചോദിച്ചു. പണി കിട്ടിയെന്ന് മെത്രാപ്പൊലീത്തേക്ക് മനസ്സിലായി. ക്രിസോസ്റ്റം തിരുമേനിയോട് പറഞ്ഞു, വൈദിക സേവനങ്ങൾ നടത്താനാണ് നിന്നെ അയച്ചത്, അല്ലാതെ പോർട്ടറാവാനല്ല, ചുമട്ടുതൊഴിലാളിയാക്കാനല്ല നിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് മടങ്ങി വന്നോളൂ എന്ന് പറഞ്ഞു. മെത്രാപ്പൊലീത്ത ഒരുപാട് സമ്മർദ്ദം ചെലുത്തി പിന്തിരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ക്രിസോസ്റ്റം തിരുമേനി ഈ ചുമട്ടുതൊഴിലാളികളുടെ പണിയിൽ നിന്ന് മാറിയത്. ചുമടെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു സുഖം കിട്ടിയിരുന്നു എന്നൊക്കെ അദ്ദേഹം തമാശയോടെ പറയാറുണ്ട്. വലിയ കിൻഡൽ ചാക്കിൻ്റെ കീഴിലൊക്കെ തലവെച്ച് കയറുമ്പോൾ നമ്മൾക്ക് വലിയ മല കയറുന്നൊരു സുഖം കിട്ടുമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. അവസാനം അദ്ദേഹത്തിന് ഈ വഴിയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ചുമട്ടുതൊഴിലാളികളുടെ വൈഷമ്യം നേരിട്ട് അറിഞ്ഞു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടും ത്യാഗവും സ്വയം അനുഭവിക്കാൻ തീരുമാനിച്ചു. ആ ജീവിതം അതിനായി സമർപ്പിക്കാനും ക്രിസോസ്റ്റം തിരുമേനി തീരുമാനിക്കുകയായിരുന്നു. ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം നിലകൊള്ളാനുള്ളൊരു മനസ്സാണ് ആത്യന്തികമായി മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ജോലിക്കും അന്തസ്സുണ്ട്, എല്ലാ ജോലിക്കും അഭിമാനമുണ്ട്. അത് ക്രിസോസ്റ്റം പറയാതെ പറയുകയായിരുന്നു. ആ ധന്യ ജീവിതത്തിന് വിരാമമായത് 2021-ലാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചത് 2021-ലാണ്. എന്നോടൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല എന്നെ കാണുമ്പോഴൊക്കെ അത്യാവശ്യം തമാശ പറയണമെന്നൊക്കെ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഫലിതബോധം കൈവിട്ട് കളയരുതെന്നൊക്കെ ഒരു ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു.